വൈദ്യുതിക്ക് ഏറ്റവും അധികം പ്രതിസന്ധിയുള്ള നാടുകളിലൊന്നാണ് കേരളം. അതുകൊണ്ട് തന്നെ പുതിയ പുതിയ പദ്ധതികൾ വേണമെന്ന് നമ്മൾ പലതവണ ആവശ്യപ്പെടുന്നു. ഇപ്പോൾ കാസർഗോഡുള്ള ചീമേനിയിൽ ഒരു ആണവ വൈദ്യുത നിലയം സ്ഥാപിക്കണമെന്നുള്ള ഒരു പദ്ധതിയൊക്കെ വരുന്നുണ്ട്. കേന്ദ്രമന്ത്രി മനോഹർ ലാൽ ഇത് സംബന്ധിച്ചുള്ള ഇത് സംബന്ധിച്ചുള്ള ചില നിർദ്ദേശങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. നടപ്പാവുമോ അത്? കേരളത്തിൽ നേരത്തെ പരിസ്ഥിതി പ്രവർത്തകർ അല്ലെങ്കിൽ പരിസ്ഥിതിവാദികൾ അതിശക്തമായിട്ട് എതിർത്ത ഒരു പദ്ധതിയാണ് ആണവ നിലയം. കാരണം ആണവ നിലയത്തെ അല്ലെങ്കിൽ ആണവ ഊർജത്തെ ഡിപ്പെൻഡ് ചെയ്യുന്നതല്ല ലോകത്തിൻ്റെ ഊർജ്ജ സംവിധാനം എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഒരു ലോകത്താകെ ഏതാണ്ട് 2% താഴെ മാത്രമാണ് ആണവ ഊർജം ഉപയോഗിക്കപ്പെടുന്നുള്ളൂ. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ ന്യൂക്ലിയർ പ്ലാന്റുകൾ ഉണ്ടാക്കുന്ന വലിയ ഭയാനകമായിട്ടുള്ള പരിസ്ഥിതി പ്രശ്നം തന്നെയാണ്. ഇപ്പോൾ റഷ്യയിൽ അത് പൊട്ടിത്തെറിച്ച് വലിയ പ്രശ്നമായി അതിൽ നിന്ന് വന്ന റേഡിയേഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരിസര പ്രദേശത്തുള്ള മുഴുവൻ മനുഷ്യരുടെയും ജീവിതത്തെ അപകടപ്പെടുത്തിയതാണ്. അപ്പം അങ്ങനെ പല സ്ഥലങ്ങളിലും ഈ ആണവ റിയാക്ടർ ഉണ്ടാക്കുന്ന റേഡിയോ പ്രസരണം എന്ന് പറയുന്നത് വലിയ ഒരു പരിസ്ഥിതി പ്രശ്നമാണ്. അതുകൊണ്ടാണ് പരിസ്ഥിതി പ്രവർത്തകരെ എതിർക്കാനായിട്ട് കാരണം. പക്ഷേ അന്നുണ്ടായിരുന്നതിനേക്കാൾ വ്യത്യസ്തമായിട്ടുള്ള സാങ്കേതിക സംവിധാനങ്ങൾ ഇന്ന് ഈ രംഗത്ത് മാത്രമല്ല എല്ലാ രംഗത്തും വന്നിരിക്കുന്നതിൻ്റെ ഫലമായിട്ട് കുറച്ചും കൂടി സേഫായിട്ടുള്ള രീതിയിൽ നമുക്ക് ആണവ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാനായിട്ട് കഴിയും എന്ന് പറയുന്ന ഒരു വിശ്വാസമാണ് ശാസ്ത്രലോകം പങ്കുവെക്കുന്നത്. ക്ലീൻ എനർജി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന എനർജിയാണ് ആണവ എനർജി. ഇപ്പോൾ ന്യൂക്ലിയർ എനർജി ക്ലീൻ എനർജിയാണ്. കാരണം അതിന് ഒരു തരത്തിലുള്ള മലിനീകരണവുമില്ല എന്നുള്ളതാണ്. നമ്മളിപ്പോൾ മറ്റ് പല തരത്തിലും വൈദ്യുതി ഉൽപ്പാദനത്തിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് നമ്മൾ ഈ നാഫ്തയൊക്കെ കത്തിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സമയത്ത് അതുണ്ടാക്കുന്ന പരിസ്ഥിതി മലിനീകരണം വളരെ ശക്തമാണ്. കാർബൺ എമിഷൻ എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് അതിന്. പക്ഷേ ഇവിടെ കാർബൺ എമിഷനാണ് ഇന്ന് ലോകത്തിൻ്റെ കാലാവസ്ഥാ വ്യതിയാനത്തിന് പ്രധാനപ്പെട്ട കാരണം കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് വർദ്ധിച്ച് അതിൻ്റെ ഫലമായിട്ട് ആഗോളതാപനം വർദ്ധിക്കുകയും ആ ആഗോളതാപനമാണ് യഥാർത്ഥത്തിൽ നമ്മൾ കാലാവസ്ഥ വ്യതിയാനത്തിന് പ്രധാനമായിട്ട് കാരണമായിത്തീരുന്നത്. ഇപ്പോൾ ഡൽഹി തന്നെ എനിക്ക് തോന്നുന്നു ഇന്ന് വന്ന റിപ്പോർട്ടിൽ അവിടെ ആലിപ്പഴം പൊഴിയുന്നു എന്നാണ് പറയുന്നത്. മലിനീകരണം വളരെ ശക്തമായിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് കടുത്ത മഞ്ഞ് വീഴ്ച. ഇപ്പം ജീവിക്കാൻ പറ്റാത്തൊരു പ്രദേശമായിട്ട് നമ്മളുടെ പല സംസ്ഥാനങ്ങളുടെയും തലസ്ഥാന നഗരികൾ മാറുന്നുണ്ട്. ബാംഗ്ലൂർ എന്ന് പറഞ്ഞാൽ ഗാർഡൻ സിറ്റി എന്നാണ് ഒരു കാലത്ത് അറിയപ്പെട്ടിരുന്നത്. ഇപ്പോൾ അവിടെ ജോലിക്ക് പോകുന്ന ആളുകൾ തിരിച്ച് വീട്ടിൽ കയറി കഴിഞ്ഞാൽ പിന്നെ അവർ പുറത്തിറങ്ങാൻ പറ്റാത്ത തരത്തിലുള്ള പൊടിയും മാലിന്യങ്ങളും അതേപോലെ തന്നെ ട്രാഫിക് ബ്ലോക്കും ഒക്കെ കൂടി ചേർന്നിട്ട് ജീവൻ ദുസ്സഹമായി കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ അവരുടെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ നിർവഹിക്കാൻ വേണ്ടിയിട്ട് ഓൺലൈൻ പരിപാടികളൊക്കെയാണ്. അപ്പോൾ ഇത് ഇന്നത്തെ ഒരു കാലത്തിൻ്റെ വലിയ ഷെനാരിയോ അത് മാറ്റുക അല്ലെങ്കിൽ അതിനെ ബദൽ നിർമ്മിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നമുക്കാണെന്ന് വെച്ചാൽ വൈദ്യുതി ആവശ്യത്തിന് ഉൽപ്പാദിപ്പിക്കുന്നതിന് ഉള്ളത് ജലവൈദ്യുത സംവിധാനമാണ്. ഏറ്റവും പെർഫെക്റ്റാണ് ശരി. പക്ഷേ അതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കാവുന്നതായിട്ടുള്ള വൈദ്യുതിയുടെ അളവ് എന്നതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. നമുക്കത് പോരാ. ഇപ്പോൾ നമ്മൾ തന്നെ നമുക്ക് ആവശ്യമുള്ള വൈദ്യുതി വളരെ ഉയർന്ന വില കൊടുത്താണ് പല സ്ഥലത്തും വാങ്ങിക്കുന്നത്. ഇതിനിടയ്ക്ക് നമ്മുടെ കായംകുളം വൈദ്യുതി നിലയം നമ്മളെ കൊള്ളയടിക്കുന്നു പറഞ്ഞ വാർത്തയൊക്കെ വലിയ രീതിയിലുണ്ട്. നമ്മളെ കൊള്ളയടിക്കുന്നു പറഞ്ഞാൽ വലിയ തോതിലാണ് അവർ പൈസ മേടിച്ചുകൊണ്ടിരുന്നത്. കാരണം അവർ ഉപയോഗിക്കുന്ന നാഫ്തയായിരുന്നു. ആ നാഫ്ത ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുമ്പോൾ ആ ഉൽപ്പാദിപ്പിക്കാനുള്ള സ്ഥലമെല്ലാം സർക്കാർ അവർക്ക് വിട്ടുകൊടുത്താൽ അവിടെയാണ് അവർ വലിയ പ്ലാന്റും ഒക്കെ സ്ഥാപിച്ചത്. പക്ഷേ നോക്കുമ്പോൾ നമ്മൾ പുറമേ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാൾ അല്ലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ കൂടുതൽ പൈസ അവർക്ക് കൊടുക്കേണ്ടി വരും. അപ്പോൾ വൈദ്യുതി നിലയവും അതായത് ഈ KSEBിയും അവരും തമ്മിലൊരു അഡ്ജസ്റ്റ്മെൻ്റ് ആണെന്ന് പറഞ്ഞു. കാരണം KSEBിക്ക് വലിയ നഷ്ടമാണ് ഉണ്ടാക്കിയത്. ഈ KSEBിക്ക് നഷ്ടം കൂടിയാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് ജനങ്ങളിൽ നിന്നാണ്, അതായത് നമ്മളെപ്പോലുള്ള ഉപഭോക്താക്കളിൽ നിന്ന് ഈടാക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നമുണ്ട്. ഇനി NTPCയുടെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നില്ല. 2025 ഫെബ്രുവരിയോടുകൂടി നമ്മളുമായിട്ടുള്ള കരാർ അവസാനിപ്പിക്കുമെന്നൊക്കെയാണ് പറഞ്ഞത്. ഇപ്പോൾ ബിജു പ്രഭാകർ എന്ന് പറയുന്ന KSEBിയുടെ MD പറയുന്നത് ഇല്ല, ഞങ്ങൾ തൽക്കാലത്തേക്ക് ഇവരുമായിട്ട് യോജിച്ച് പ്രവർത്തിക്കാൻ പോകുന്നു, കുറച്ച് വൈദ്യുതി വാങ്ങാൻ പോകുന്നു എന്നൊക്കെയാണ്. അപ്പോൾ നമുക്ക് വൈദ്യുതി കിട്ടിയേ പറ്റുള്ളൂ. അത് കൂടിയ വിലയ്ക്കാണെങ്കിലും കുറഞ്ഞ വിലയ്ക്കാണെങ്കിലും. കാരണം ജനസംഖ്യ കൂടുന്നുണ്ട്, വൈദ്യുതി ഉപയോഗം അതിനനുസരിച്ച് കൂടുന്നുണ്ട്, ഫാക്ടറികൾ വരുന്നുണ്ട്, പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ വൈദ്യുതി ഇല്ലാതെ പറ്റില്ല. ഇപ്പം തന്നെ പല വീടുകളിലും വീടിൻ്റെ മുകളിൽ സോളാർ പ്ലാന്റുകൾ സ്ഥാപിച്ചു. പണ്ടൊന്നും നമുക്ക് കേട്ടുകേൾവിയില്ലാത്ത
ഈ എയർപോർട്ടിലേക്ക് നോക്കിയാലോ, ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ എയർപോർട്ടാണെന്ന് തോന്നുന്നു മൊത്തം സോളാറിൽ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ആ രീതിയിലൊക്കെ പ്രവർത്തിക്കുന്നതിനാൽ കുറച്ചുകൂടെ കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന, താരതമ്യേന ഈ പറയുന്ന പുകയോ മറ്റു മാലിന്യങ്ങളൊന്നും പുറത്തേക്ക് വരാത്ത ഈ ചീമേനിയിലെ ആണവ വൈദ്യുതോർജ്ജ പദ്ധതി ഇതൊരു വളരെ പോസിറ്റീവായിട്ടൊന്നും പറയാം. പക്ഷേ ഈ സാർ നേരത്തെ പറഞ്ഞതുപോലെ റഷ്യയിലെ ചെർണോബിലാണെന്ന് തോന്നുന്നു അല്ലേ ഒരു ആണവ നിലയത്തിൽ പ്രശ്നമുണ്ടായത്. ഈ ചെർണോബിലുണ്ടായ പ്രശ്നം എത്ര കാലം എത്ര ജനങ്ങളെ ബാധിച്ചു, അതിൻ്റെ ഒരു ഭയപ്പാടുള്ളത് കൊണ്ട് ഒരുപക്ഷെ കേരളം അതിനോട് എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റുമോ? അത് മാത്രമല്ല, കേരളത്തിൽ ഈ പോപ്പുലേഷൻ ഡെൻസിറ്റി വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് ഒരാണവ നിലയം സ്ഥാപിക്കാനായിട്ട് കേരളം സുരക്ഷിതമാണോ എന്ന ചോദ്യം ശാസ്ത്ര ലോകത്ത് വളരെ ശക്തമായിട്ട് നിൽക്കും. അതിനാണ് പുതിയ സാങ്കേതിക വിദ്യകളിലൂടെ അത് കുറേ കൂടി നല്ല രീതിയിൽ, കുറേ കൂടി സേഫായിട്ടുള്ള രീതിയിൽ അതിന് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് കഴിയും എന്ന് വിശ്വസിക്കും. എങ്ങനെയായാലും അതിൻ്റെ ഒരു വലിയ പ്രോബ്ലം എനിക്ക് തോന്നുന്നത് അതിൻ്റെ വേസ്റ്റ് ഉണ്ടല്ലോ, ന്യൂക്ലിയർ വേസ്റ്റ്. അത് ഈ റേഡിയേഷൻസ് പ്രസരിപ്പിക്കുന്ന സാധനമാണ്. അത് ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ടുള്ള സ്ഥലം കണ്ടെത്തലാണ് ഏറ്റവും വലിയ പ്രശ്നം. അതൊരിക്കലും കേരളമല്ല ഏത് പ്രദേശത്തായാലും അതുണ്ടാവും. ഇപ്പം നമുക്ക് അറിയാം, കേരളത്തിൽ നിന്ന് അത്രയധികം അകലെയല്ലാത്തൊരു സ്ഥലമാണ് കൂടാംകുളം, തമിഴ്നാട്. അവിടെ അവർ ആണവ നിലയം സ്ഥാപിച്ചു. അതിനെതിരെ അതിശക്തമായിട്ടുള്ള പരിസ്ഥിതി പ്രവർത്തകരുടെയൊക്കെ സമരങ്ങളൊക്കെ നമ്മൾ കണ്ട, നമ്മളൊക്കെ അതിനകത്ത് കേരളത്തിൽ പങ്കെടുത്താണ്. VS അച്യുതാനന്ദനൊക്കെ അതിൻ്റെ കൂടെ പോയിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ കുറേ കഴിഞ്ഞ് നമ്മളുടെ കാഴ്ചപ്പാടുകൾക്ക് മാറ്റം വരുന്നുണ്ട്. ശരി, ഇപ്പോൾ എക്സ്പ്രസ് വേക്കെതിരെ നമ്മൾ വലിയ സമരം നടത്തിയ ആളുകളാണ് കേരളം. എന്നിട്ട് എന്താ സ്ഥിതി? ഇപ്പോൾ NH-66 എന്ന് പറഞ്ഞാൽ കേരളത്തെ രണ്ടായിട്ട് മുറിച്ചു. അതെ, 6 വരി പാത അന്നത്തെയും പ്രോജക്റ്റ് അല്ലേ, ആ എക്സ്പ്രസ് ഹൈവേ പോലത്തെ ഒരു സംഭവം തന്നെ. അന്ന് സിമ്പിൾ ഉദാഹരണമാണ്, ഒരു പശുവിനെ കെട്ടാൻ റോഡ് മുറിച്ച് കിടന്നാൽ തിരിച്ചു കിടക്കാൻ പറ്റില്ല എന്നൊക്കെയാണ് അന്ന് മുനീറിനെയൊക്കെ ആക്ഷേപിച്ചത്. അത് തന്നെയാണ് അത് തന്നെയാണ് സ്ഥിതി ഇപ്പോഴും. പക്ഷേ ഇപ്പോൾ വി ആർ അഡ്ജസ്റ്റഡ് ടു ദാറ്റ്. കാരണം അതായത് കാലത്തിൻ്റെ ഒരു മാറ്റം എന്ന് പറയുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലല്ല ശരിക്കും നടക്കുന്നത്. അപ്പോൾ കാലം മാറുന്നതിനനുസരിച്ച് നമ്മൾ മാറുക എന്ന് മാത്രമേ ചെയ്യാനുള്ളൂ. അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ഇതിപ്പോൾ ആരും എതിർക്കാതെ ഇങ്ങനെ പോവുകയാണ്. NH-66 എന്ന് പറഞ്ഞാൽ കേരളത്തെ രണ്ടാക്കി, ഒരു തർക്കമില്ലാത്ത കാര്യമാണ്. എക്സ്പ്രസ് ഹൈവേ എന്ത് ചെയ്യുമായിരുന്നു അത് തന്നെയാണ്. അതുതന്നെയാണ് ഇപ്പോൾ എനിക്കറിയാം, നമുക്ക് എന്താണ് പുതിയൊരു റെയിൽവേ സംവിധാനം നമുക്ക് വന്നാൽ ഈ പ്രശ്നങ്ങളൊക്കെ അതിനകത്തുണ്ടാവും. പക്ഷേ കുറേ കഴിയുമ്പോൾ നമ്മളെന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ അത് അഡ്ജസ്റ്റഡ് ആവും. അതിനകത്ത് സിൽവർ ലൈൻ പദ്ധതിക്കെതിരെ വലിയ സമരങ്ങൾ നടക്കുന്നുണ്ട്. ആ സിൽവർ ലൈനും കുറേ കഴിയുമ്പോൾ ചിലപ്പോൾ വന്നെന്നിരിക്കും. സമരങ്ങൾ നമ്മൾ നടത്തും, കുറേ കാലത്തൊക്കെ ഡിലേ ആവും, പിന്നീട് ഇത് വരാം. കാരണം കേരളം ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ വളരെ വേഗത്തിൽ സഞ്ചരിക്കാനാണ് എല്ലാവരും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആഗ്രഹിക്കുമ്പോൾ നമ്മളതിൻ്റെ അകത്ത് എതിർക്കുന്ന വശങ്ങളെന്ന് പറയുന്നത് അത് പൊതുസമൂഹത്തിന് വലിയ നഷ്ടമുണ്ടാക്കുന്ന ആകാൻ പാടില്ല എന്നുള്ളതൊന്നും, അതേപോലെ തന്നെ പൊതുസമൂഹത്തിൻ്റെ ജീവിതത്തെ ബാധിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ആണവ നിലയത്തിൻ്റെ കാര്യത്തിലുള്ള പ്രശ്നം അതുതന്നെയാണ്. 2 സ്ഥലങ്ങളാണ് പരിഗണനയിലുള്ളത്, ഒന്ന് ചീമേനിയും മറ്റൊന്ന് അതിരപ്പള്ളിയാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതിരപ്പള്ളിയിൽ ജലവൈദ്യുത പദ്ധതിയാണ് ശക്തമായിട്ട് നിലനിന്നിരുന്നത്. ഇതതിൻ്റെ മുകളിൽ എവിടെയോ കൊണ്ട് സ്ഥാപിക്കും. എന്താ വെച്ചാൽ ഉയർന്ന സ്ഥലത്താണ് ഇത് സ്ഥാപിക്കപ്പെടുന്നത്. ഉയർന്ന സ്ഥലത്ത് സ്ഥാപിക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവിടേക്ക് ഈ പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സാധന സാമഗ്രികൾ എത്തിക്കുക എന്ന് പറയുന്നത് വലിയ പ്രശ്നമാണ്. പിന്നെ രണ്ടാമതെന്താണെന്ന് വെച്ചാൽ ഈ ന്യൂക്ലിയർ റിയാക്ടേഴ്സിനെ തണുപ്പിക്കുന്ന ഒരു പ്രോസസ്സുണ്ട് അതിനകത്ത്. ആ പ്രോസസ്സിനും തടസ്സം നിൽക്കും ഉയർച്ച എന്ന് പറയുന്നത്. ഉയർന്ന സ്ഥലത്ത് അതിനുള്ള പോസിബിലിറ്റീസ് കുറയുമെന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. എന്തായാലും അതൊക്കെ അതിൻ്റെ സാങ്കേതിക പ്രശ്നങ്ങളാണ്. പക്ഷേ പൊതുവിൽ നമുക്ക് കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി കിട്ടിയേ പറ്റൂ, എങ്കിലും നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയുള്ളൂ. ഇപ്പോൾ സോളാർ പാനലുകളുടെ ഒരു വ്യാപനം എന്ന് പറയുന്നത് നല്ലൊരു പ്രൊജക്റ്റായിട്ട് കേന്ദ്ര സർക്കാരും കേരള സർക്കാരും ചെയ്യുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ സബ്സിഡി കൊടുത്തിട്ട് ചെയ്യാണ് ചെയ്യുന്നത്. പക്ഷെ അത് പോരാ. വളരെ വ്യാപകമായിട്ടുള്ള തോതിൽ നമ്മുടെ ഈ പുരപ്പുറ പദ്ധതി പേരായില്ല. അപ്പോൾ അത് കുറച്ചും കൂടി വ്യാപകമായിട്ടുള്ള ഏരിയയിൽ നടത്തിയാൽ കുറേ കൂടി വൈദ്യുതി അതുവഴി ഉൽപ്പാദിപ്പിക്കാനായിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റും. കാരണം എന്ന് വെച്ചാൽ ഇപ്പം നമുക്കൊരു ജലവൈദ്യുത പദ്ധതി ഇനി പുനരാരംഭിക്കും. നമ്മൾ പണ്ട് കാലം മുതലേ ഉള്ള ജലവൈദ്യുത പദ്ധതി എന്നതൊഴിച്ചാൽ കഴിഞ്ഞൊരു 10 വർഷത്തിനുള്ളിൽ പുതിയ ജലവൈദ്യുത പദ്ധതി ഒന്നും വന്നിട്ടില്ല. അങ്ങനെയൊന്നും നടപ്പാക്കാൻ ഇനി പറ്റുന്നില്ല. കാരണം ഇപ്പോൾ അതിനെതിരെയുള്ള പ്രതിഷേധമൊക്കെ ശക്തമാണ്. അപ്പോൾ നമ്മൾ ബദൽ മാർഗ്ഗങ്ങൾ സ്വീകരിക്കുക എന്നുള്ള, ഇപ്പം ഫ്ലോട്ടിംഗ് സോളാർ പാനൽ അങ്ങനെ വരെ ഒരു പദ്ധതി വരുന്നുണ്ട്. അപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ നദികളിലും മറ്റും ഈ സോളാർ പാനൽ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന രീതിയിൽ വെക്കുന്നു. എന്നിട്ട് ആ സൗരോർജ്ജത്തെ സ്വീകരിച്ചുകൊണ്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. അതിനേക്കാൾ കൂടുതൽ ചൂടും അതിനേക്കാൾ കൂടുതൽ നദീ സൗകര്യങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണ് കേരളം. പക്ഷേ എന്തുകൊണ്ട് നമുക്ക് അത്തരത്തിലുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള പുരോഗമനപരമായ ഈ മാർഗ്ഗങ്ങൾ അവലംബിക്കാൻ പറ്റുന്നില്ല? അപ്പോൾ കാര്യക്ഷമതയുള്ള മുൻകൂട്ടി കാര്യങ്ങളെ കാണാൻ കഴിയുന്നുള്ള ഉദ്യോഗസ്ഥരുടെ അഭാവമാണോ, അതല്ലെങ്കിൽ അത്തരം ഒരു സ്റ്റെപ്പ് എടുക്കാനുള്ള ഒരു മടിയാണോ? അതായിരിക്കില്ല ഒരു പക്ഷേ നമ്മളെ പിന്നോട്ട് ഓടിക്കുന്നത്. ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും അതിനകത്തുണ്ട്. കാര്യക്ഷമതയുള്ള ഉദ്യോഗസ്ഥന്മാരുടെ അഭാവം,
കാര്യക്ഷമതയുള്ള രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ അഭാവം ഇപ്പോൾ തീരുമാനമെടുക്കാനായിട്ട് പ്രശ്നങ്ങളിലായിരിക്കും. മൂന്നാമത് എന്ന് പറയുന്നത് പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ഒരു മടി പിടിച്ചൊരു സമൂഹം. നമുക്ക് വളരെ നീണ്ട ഒരു കടൽക്കരയുണ്ട് ശരിക്കും പറഞ്ഞാൽ. ഇപ്പോൾ കടൽ നമുക്ക് നല്ല രീതിയിലേക്ക്, അറബിക്കടലിനെ നല്ല രീതിയിലേക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. സോളാർ എനർജി ചൈനയിലൊക്കെ വളരെ വ്യാപകമായിട്ടുള്ള തോതിൽ കടലിനെ ഉപയോഗിച്ചുകൊണ്ട് അവർ നിർവഹിക്കുന്നുണ്ട്. നമുക്കത് ആലോചിക്കാവുന്നതാണ്. പക്ഷേ നദികളും ഉണ്ടല്ലോ ഇഷ്ടംപോലെ, വേമ്പനാട്ടുകാർ ഉൾപ്പെടെ എത്ര നദികളുണ്ട്. അതെ, നമുക്ക് എന്താണ് കായലും അതേപോലെ കടലും നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് കഴിയും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അവിടെയൊക്കെ ഈ ഒഴുകി നടക്കുന്ന ഫ്ലോട്ടിംഗ് പാനലുകൾ സ്ഥാപിച്ച് വൈദ്യുതി ഉൽപ്പാദനത്തിൻ്റെ മാർഗ്ഗങ്ങൾ ആലോചിക്കണം. പിന്നെ കാറ്റാടി യന്ത്രങ്ങൾ, അത് പക്ഷേ തമിഴ്നാടാണ് കുറച്ചും കൂടി മെച്ചം എന്നെനിക്ക് കുറച്ചുകൂടെ ഭൂമിയാണ്, കാറ്റ് ശക്തമായ സാധ്യതകളുണ്ട്. നമുക്കതിൻ്റെ സാധ്യത കുറവാണ്. നമുക്കത് സ്ഥാപിക്കാൻ കഴിയുന്നതും അതും കടപ്പുറത്ത് തന്നെ നമുക്ക് സ്ഥാപിക്കാനായിട്ട് കഴിയും. അതെ, ഇതേതെങ്കിലുമൊക്കെ ചെയ്ത്, അല്ലെങ്കിൽ ആണവ നിലയം ആണ് ഇതിനേക്കാളൊക്കെ കൂടുതൽ സാധ്യതകൾ നൽകുന്നതെങ്കിൽ ഏതാണോ അത് ഉപയോഗിച്ച് നമ്മളുടെ വൈദ്യുതി പരിഹാരം എന്ന് പറയുന്നത് അടിയന്തരമായിട്ട് ആവശ്യമാണ്. കാരണം നമ്മളിപ്പോൾ പരമ്പരാഗത രീതികളിൽ ഭക്ഷണം പാകം ചെയ്യുന്ന പരിപാടി തന്നെ അവസാനിപ്പിച്ചത്. അതെ, അതിനൊക്കെ കാരണം നമ്മൾ ഉപയോഗിക്കുന്നത് വൈദ്യുതിയോ അല്ലെങ്കിൽ ഗ്യാസോ ആണ്. അങ്ങനെ മാറിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതക്രമം എന്ന് പറയുന്നത് പുതിയ കാലത്തിനനുസരിച്ച് വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ മിക്കവാറും എല്ലാ വീടുകളും തന്നെ AC വെച്ച വീടുകളാണ്. ഇപ്പോൾ ACയും അതേപോലെ തന്നെ റെഫ്രിജറേറ്ററും നമ്മുടെ എല്ലാ വീടുകളിലും ഉപയോഗിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള വൈദ്യുതി സപ്ലൈ ചെയ്യാൻ സർക്കാരിന് കഴിയണം. കാരണം ജനങ്ങളുടെ ഈ ക്ഷേമം എന്ന് പറയുന്നത് സർക്കാരിൽ കേന്ദ്രീകരിച്ചാണ് നിൽക്കുന്നത്. പുതിയ കാലത്തെ എല്ലാ ഗവൺമെൻറ്റുകളെയും വെൽഫെയർ ഗവൺമെൻറ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ വെൽഫെയർ സിസ്റ്റം ശരിയായിട്ടുള്ള വർക്ക് ചെയ്താൽ മാത്രമേ അവിടുത്തെ ജനങ്ങൾക്ക് അവരുടെ ജീവിത സൗകര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്താനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ വൈദ്യുതി അതുകൊണ്ട് ഒരു പ്രധാനപ്പെട്ട ഘടകമായിട്ട് വരും. എനിക്കൊന്ന് ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി വിജയിക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്ന് ഡൽഹിയിലെ ജനങ്ങൾക്ക് വൈദ്യുതി ഇത്ര ശതമാനം സൗജന്യമായിട്ട് കൊടുക്കുന്ന സംവിധാനമൊക്കെ ഓഫർ ചെയ്തിട്ടായിരുന്നു ശരിക്കും അവരേക്ക് വരും. അപ്പോൾ നമ്മുടെ ഇവിടെയും വൈദ്യുതി അത്തരത്തിൽ ഓഫർ ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം വേണ്ടി വരും ചിലപ്പോൾ. ഇപ്പോൾ വൈദ്യുതി ഉൽപ്പാദനവും അതുപോലെ തന്നെ അതിൻ്റെ ഉപഭോഗവും തമ്മിലുള്ളൊരു ബാലൻസ് എന്ന് പറയുന്നത് തെറ്റാതെ പോകാൻ എന്ത് സംവിധാനമാണോ നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്നത് അതുണ്ടാക്കണം. അതിന് ആണവ ഊർജ്ജം ആവശ്യമാണോ എന്നുള്ളത് വീണ്ടും വീണ്ടും ചർച്ച ചെയ്ത് തീരുമാനത്തിലെത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം.